ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, ബ്രോ അന്നുണ്ടാക്കിയ ആ ഒരു ഓൺലൈൻ കമ്പൈലറിൻ്റെ എങ്ങനെയാണ് കോഡും കാര്യങ്ങളും എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തോ. ഇതിനകത്തുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു കോഡ് കോഡേഴ്സിനകത്ത് നമ്മുടെ ഒരു ഡൊമൈനൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഏകദേശം എങ്ങനെയുണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കമ്പൈലറിനകത്ത് ഞാൻ പലരോടും ഒരുപാട് ഇതിനകത്ത് എന്തൊക്കെ ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, കോഡ് ഞാൻ റിയാക്ട് V2 വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻപുട്ടിന് അവിടെ കുറച്ച് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആരോ കമൻറ്റ് ഫസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ബ്രോ ഇത് എവിടെന്നെങ്കിലും ക്ലോൺ ചെയ്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ ക്ലോൺ ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്താൻ ചിലപ്പോൾ കുറച്ച് ടഫായിരിക്കും. നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആ ഒരു കോഡ് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു വെബ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് അതിനകത്തൊരു പെയ്ഡ് സർവീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ലോക്കലി കൂടെ റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, HTML, CSS അതുപോലെ തന്നെ JavaScript ഉണ്ട്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് കാണും. പക്ഷേ ഇവിടെ റൺ ചെയ്യാതെ തന്നെ ഇവിടെ ഈ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, ഇവിടെ ലൈവ് മോഡ് ഓൺ ആണ്. ഓക്കെ, ഈ ഒരു ഫീച്ചർ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തതെന്ന് പറയുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഷെയറിൻ്റെ ഓപ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഷെയർ ഇവിടെ വർക്ക് ആവുന്നില്ല, കാരണം ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ലോക്കലി എന്ത് ചെയ്യുക, റൺ ആക്കാം. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് Next.js യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ, റിയാക്റ്റിനകത്താണ്. കാരണം ഇപ്പോൾ ഒരു ബിഗിനറാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ റിയാക്റ്റ് വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റിലോട്ടൊക്കെ മൂവ് ചെയ്യുക. ഓക്കെ, Next.js ഇപ്പോൾ റിയാക്റ്റ് ഓൾറെഡി അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേർക്കും എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മെയിൻ പേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തില്ല, സെപ്പറേറ്റ് കമ്പോണൻസോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് പലർക്കും ഇത് റെഫറൻസിന് ഞാൻ കോഡ് കൊടുക്കാത്തത്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് നോക്കുന്നു. അതുപോലെ തന്നെ ഓക്കെ, ഒരുപാട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ സെഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു കമ്പൈലറിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഒരുപാട് ലൈൻ ഓഫ് കോഡ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ ഈ ഒരു ഗിറ്റബായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് വെബ് സോക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലോക്കലി ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ലോക്കലി റണ്ണിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് നോക്കാം. ഇതിനകത്ത് വെബ് കമ്പൈലറിനകത്ത് പോയി കഴിഞ്ഞാൽ നോർമൽ കമ്പൈലറിനകത്തും ഉണ്ട്, രണ്ടിനകത്ത് ഈ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഷെയറിന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഈ ഒരു ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ബ്രൗസറിനകത്ത് എടുക്കാം. ഞാനിവിടെ ഓക്കെ, ഈ ഒരു ബ്രൗസറിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു URL ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ലോക്കലി ആണ് റൺ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, പക്ഷേ നമ്മൾ ഹോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, ഇപ്പം ഞാനിത് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും രണ്ട് ടാബ് നമുക്ക് ഒരുമിച്ച് വെക്കാം. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് എൻ്റെ ലോക്കൽ ഹോസ്റ്റ് 3000 ഓക്കെ /വെബ് കമ്പൈലർ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ URL നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെഷൻ ID കൂടെ കാണാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഇതുപോലെ റെഫറൻസിന് വേണ്ടി കൊടുത്താണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ടാബ് ഇവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ചെറുതായിട്ട് നമുക്ക് ഒരു ചേഞ്ചസ് വരാം. ഓക്കെ, ഓക്കെ, ക്ലിക്ക് മീ എന്നുള്ളത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ക്ലിക്ക് എന്ന് മാത്രം കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് എന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടാബിനകത്തും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട്
ഈ ഒരു URL ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇപ്പം പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ലിങ്കിനകത്ത് വർക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തതെന്ന് പറയുന്നത്. പിന്നെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പാറ്റേൺസിൻ്റെ 100 പാറ്റേൺസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അറേസും 60 അറേസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഈ ഒരു കമ്പൈലർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ബേസ് മോഡലാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് അതിനകത്ത് Node.js കൂടെ ബാക്ക് എൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. CD നമുക്ക് മൈ റിയാക്ട് ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ടാബ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് npm റൺ ഡെവ് എന്ന് കൊടുക്കാം. പക്ഷേ ഇത് നമുക്ക് ലോക്കൽ ഹോസ്റ്റിനകത്താണ് റൺ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഏത് പോർട്ടിനകത്ത്, സെയിം പോർട്ടിനകത്താണ്. ഓക്കെ, ഇത് നമ്മൾ VT യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പോർട്ടിൻ്റെ ഇഷ്യൂ ഇല്ല. 3000 അല്ല, 5173 ഇത് റൺ ആവുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിത് ഈ ഒരു ടാബ് ഒന്ന് ക്ലോസ് ചെയ്യാം, ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഈ ഒരു കാണുന്ന സ്ട്രക്ചറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോഡും കാര്യങ്ങളും ഉണ്ട്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കാണും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടാബ് കൂടെ ഉണ്ട്. ഈ ടാബിനകത്ത് ഓക്കെ, ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോവാം. നമുക്ക് ഇവിടെ CD, നമുക്കിവിടെ ബാക്ക് എൻഡ് കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ നെയിം എന്തായിരുന്നു, ഓക്കെ സോറി, ഇവിടെയല്ല, നമ്മുടെ VS കോഡ് മാറിപ്പോയതാണ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് ഒരു കമാൻഡ് പ്രോംപ്റ്റ് കൂടെ ഓപ്പൺ ചെയ്യാം. ഒരു ടെർമിനൽ കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് CD ബാക്ക് എൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോഡ്, ഇതിനകത്ത് index.js എന്നാണ് ഫോൾഡർ നെയിം. അപ്പം index.js എന്ന് കൊടുത്താൽ ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇത് പോർട്ടിൽ റൺ ആവുന്ന ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 8000 ഇത് റൺ ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് റണ്ണിങ് വെൽക്കം ടു കോഡ്കോഡേഴ്സ് എന്നിവിടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് VT വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. കംപ്ലീറ്റ് കോഡും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ലെങ്തി വീഡിയോ ആക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുക, ചെയ്തത് കാര്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ ഇന്നലെ ഒന്ന് ഈ ഒരു പേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇവിടെ മുതലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. പക്ഷേ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. ഈ പോർട്ടെല്ലാം സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് സെയിം പോർട്ടിനകത്ത് തന്നെ ഇനി റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, 3000 നമുക്ക് ആവശ്യമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഇപ്പം നമുക്കിവിടെ യൂട്യൂബ് എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, യൂട്യൂബിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, VS കോഡിനകത്ത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓൾറെഡി 3 ഫോൾഡേഴ്സ് ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ സിസ്റ്റം നമുക്ക് ലാഗ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഓക്കെ, പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോൾഡർ നെയിം കൊടുക്കുക, എന്നിട്ട് VS കോഡിനകത്ത് ഓപ്പൺ ചെയ്യുക. VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിനകത്ത് തന്നെ വീഡിയോ ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഞാനിവിടെ. ഇനി ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് VT വെച്ചിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, npm create vt at latest online
കമ്പൈലർ. ഇവിടെ നിങ്ങൾക്ക് ആപ്പിൻ്റെ നെയിം എന്താണോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. -- ടെംപ്ലേറ്റ് റിയാക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് അത് ഞാൻ അവിടെ കൊടുത്ത് ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ഓക്കെ, നമുക്കിപ്പം ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട് സെലക്ട് എ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിയാക്ട് ചൂസ് ചെയ്യാണ് ഞാൻ. ഓക്കെ, റിയാക്ട് ചൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് സെലക്ട് വേരിയൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാൻ. ഞാനിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് ഇപ്പം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് CD ഓൺലൈൻ കമ്പൈലറിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്താ ആ ഒരു റിയാക്റ്റിൻ്റെ ഒരു വീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ആ ഒരു ഫസ്റ്റ് ഒരു കംപ്ലീറ്റ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാ സ്ട്രക്ചറും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് CD ഓൺലൈൻ കമ്പൈലറിലോട്ട് മൂവ് ചെയ്യാം, ആ ഒരു ഡയറക്ടറിയിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NPM ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് NPM I എന്ന് കൊടുത്താലും മതി. ഓക്കെ, ജസ്റ്റ് NPM I എന്ന് കൊടുത്താലും NPM ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ആ ഒരു നോഡ് മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ പലർക്കും വരുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണും, ഫെയിൽ ടു റിമൂവ് സം ഡയറക്ടറീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ പവർ ഷെല്ലിനകത്ത് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റിനകത്ത് CMD ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, CMD. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, CD നമുക്ക് ഓൺലൈൻ കമ്പൈലറിലോട്ട് തന്നെ മൂവ് ചെയ്യാം. എന്നിട്ട് NPM I എന്ന് കൊടുക്കാം, എന്നിട്ട് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ആ ഒരു ഇഷ്യൂ വരില്ല. നമുക്ക് നോഡ് മൊഡ്യൂൾസ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ അതിൻ്റെ പാക്കേജസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്, ഇവിടെ NPM run dev. അതായത് ഇതാണ് കമാൻഡ്. ഈ ഒരു എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് NPM run dev എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ localhost 573. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പോർട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത്. ഓക്കെ, NPM run dev കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഇത് localhost 5173 റണ്ണിങ് ആണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, വീറ്റിൻ്റെ ഒരു ഡിഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വീറ്റിൻ്റെ ഈ ഒരു പേജ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതായത് സ്റ്റേറ്റ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് റിയാക്റ്റിനകത്ത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പഠിക്കാനും പറ്റും ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട്. ഓക്കെ, ഇത് വരുന്നത് app.tsxനകത്താണ് ഈ ഒരു കോഡ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൗണ്ട് അതുപോലെ തന്നെ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കൗണ്ട് ഇതുകൊണ്ടാണ് അപ്ഡേറ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് ഈ ഒരു ഡിവും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഇതെല്ലാം ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സിംപ്ലി ഇത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒറ്റ കമാൻഡായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വേറെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഒരു ടെർമിനലിലൂടെ ഓപ്പൺ ചെയ്യാണ്. നമുക്ക് CD ഇപ്പോഴും നിങ്ങൾ എവിടെയാണ് പാത്ത് കറക്റ്റ് ആണോ നോക്കണം. CD ഓൺലൈൻ കമ്പൈലറിനകത്ത് തന്നെ അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ ഇവിടെ കുറച്ച് റെഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്തില്ല, ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് എറേഴ്സ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേജിനകത്ത് ഒന്നും തന്നെ ഇല്ല, കാരണം നമ്മുടെ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓക്കെ, ഇവിടെ ജാവൻ്റെ ഒരു ഐക്കൺ കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക്
ടെയിൽവിൻ CSS എങ്ങനെയാണ് വീറ്റിനകത്ത് ചെയ്യുന്നതെന്നുണ്ട്. അപ്പോൾ ഈ ഒരു URL യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് npm ഇൻസ്റ്റാൾ ടെയിൽവിൻ CSS. അപ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. ഓക്കെ, npm ഇൻസ്റ്റാൾ ടെയിൽവിൻ CSS @tailwinCSS/vite എന്നാണ്. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേറെ കുറച്ച് കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കോൺഫിഗ്. ഓക്കെ, ഇത് കോൺഫിഗ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് നോക്കാം നമുക്ക്. vite.config.ts എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും നമ്മുടെ ഇതിനകത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് റൂട്ട് ഡയറക്ടറിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, റിയാക്ട് ഓൾറെഡി അതിനകത്ത് പ്ലഗിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ടെയിൽവിൻ CSS കൂടെ പ്ലഗിൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഇതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതിന് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. ഇതിനെ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അവിടുന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം? ആ ഒരു ഇതിനെ മെത്തേഡ് കോൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇതിനെ നമ്മൾ CSS ഫയലിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡെക്സ് ഫയൽ ഉണ്ട്, index.css. ഓക്കെ, അതുപോലെ app.css ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുക? index.css ആണ് മെയിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റൂട്ടിനൊക്കെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ബാക്കി കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റൈല് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കോഡിലോട്ട് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ റെഫറൻസ് നോക്കാം. ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരു ബാക്ക് ആൻഡ് ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തോട്ട് വരാം. നമുക്ക് CD 2 ഡോട്ട് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറിയിലോട്ട് വന്ന് ഇനി mkdir ബാക്ക് എൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ജസ്റ്റ് നെക്സ്റ്റ് CD ബാക്ക് എൻഡിലോട്ട് മൂവ് ചെയ്യാം. നമുക്ക് ബാക്ക് എൻഡ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് മൂവ് ചെയ്ത് ഇപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. npm init -y എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു package.json ഫയൽ ക്രിയേറ്റ് ആവും. ജസ്റ്റ് സിംപ്ലി ഒരു ബേസ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു JSON ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പ്രസ്സും അതുപോലെ തന്നെ കോഴ്സ് .env ഒക്കെ, ഇതൊന്നും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ട് .env ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഓക്കെ, പോർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ട എന്താണ് ഇതിൻ്റെ ചിലപ്പം ഓക്കെ ടൈപ്സും കൂടെ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. index.js എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്താണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ കോഡും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് എല്ലാ ലൈൻ ഓഫ് ലൈൻ എഴുതുന്നില്ല. ഞാൻ കോഡും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനകത്ത് API പിസ്റ്റൻ്റെ API കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു റെഫറൻസിലോട്ട് പോവാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് ആദ്യം ബാക്ക് എൻഡ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കോമൺ JS ആയത് കാരണമാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ES മോഡ്യൂളാണ് നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. .env നമ്മൾ എല്ലാം ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കോൺഫിഗ് ചെയ്തു. അതുപോലെ തന്നെ ആപ്പിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? app.use മിഡിൽ വെയർസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇവിടെയാണ് API/execute എന്ന് പറയുന്ന ആ ഒരു പാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് ബോഡിനകത്ത് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? കോഡും അതുപോലെ തന്നെ ലാംഗ്വേജ്, യൂസർ ഇൻപുട്ട്, ഇത്രയും കാര്യങ്ങളാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് റെസ്പോൺസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സിയോസ് യൂസ് ചെയ്യാം. ഞാൻ സിംപ്ലി ഫെച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു API നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കോൾ ചെയ്യണം.
ഓക്കെ, ഇവിടെ പോസ്റ്റ് മെത്തേഡാണ്. അതിനകത്ത് ബോഡിനകത്ത് നമ്മൾ എന്തൊക്കെ ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കണം, നേരത്തെ നമുക്ക് വന്നിട്ടുള്ള APIനകത്ത് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് നെക്സ്റ്റ്.js-നകത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സിംപ്ലി എന്ത് ചെയ്താൽ മതി, ഒരു APIനകത്ത് ഒരു പേജസ് ഇത് ക്രിയേറ്റ് ചെയ്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ബാക്ക് എൻഡ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ബോഡിനകത്ത് ഫസ്റ്റ് കൊടുക്കുന്ന ലാംഗ്വേജ് ആണ്. ഇവിടെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ C, പൈത്തൺ, ജാവയൊക്കെ. ഇതുപോലെ തന്നെ ഇവിടെ വേർഷനകത്ത് സ്റ്റാർ കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫയൽസ്, ഇവിടെ കോഡ്, അവിടുന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന ആ ഒരു കോഡ്, ഓരോ സമയത്തും കോഡ് നമ്മൾ സ്റ്റേറ്റ് വെച്ച് അവിടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ കാണാൻ പറ്റും. പിന്നെ stdin എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ യൂസറിൻ്റെ അകത്തുനിന്ന് കയ്യിൽ നിന്ന് വരുന്ന ഇൻപുട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇത് നോർമലി ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും റെഫറൻസ് നോക്കുകയാണെങ്കിൽ, പക്ഷേ അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തൊരു ഫീൽഡാണിത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡാറ്റ കിട്ടി, ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ക്യാച്ചിനകത്ത് എറർ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൺസോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ app.listനകത്ത് എന്ത് ചെയ്യുന്നു, പോർട്ട് റൺ ചെയ്യുന്നു. അപ്പോൾ ലോക്കൽ ഹോസ്റ്റിനകത്ത് ഇവിടെ പോർട്ട് റൺ ആവും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഇവിടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെർവർ ഇവിടെ റണ്ണിങ് ആണ്. അതുപോലെ ഫ്രണ്ട് എൻഡ് റണ്ണിങ് അല്ല, ഫ്രണ്ട് എൻഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റൺ ചെയ്യാം. ഓക്കെ, സോറി, ഇത് നമ്മുടെ എന്തല്ല, ഇത് പഴയ ടാബായിരുന്നു. ഓക്കെ, നമുക്കിതിവിടെ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു കോഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നില്ലേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്ക് എൻഡിനകത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ജസ്റ്റ് ഇത്രയും ലൈൻ ഓഫ് കോഡ് ഒന്ന് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഞാനിത് എന്ത് ചെയ്യാണ്, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൾഡറിനകത്ത് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു .env ഫയൽ കൂടെ വേണം. നമുക്കിവിടെ പോർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ process.env.port എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ബാക്ക് എൻഡിനകത്ത് ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക, .env എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പോർട്ട് എന്ന് പറഞ്ഞിട്ട് അസൈൻ 8000 എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് പോർട്ട് എവിടെയാണ് റൺ ആവുന്നതെന്ന് നോക്കാം. ഈ ഒരു ടാബ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, CD ബാക്ക് എൻഡ് നമുക്ക് npm, ഓക്കെ സോറി npm ഇങ്ങനെയല്ല, നോഡ് നമുക്ക് എന്താ കൊടുക്കുന്നത്, index.js എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 8000-നകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട് ഇവിടെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിഫോൾട്ടായിട്ട് പിന്നെ ഒന്ന് കൊടുത്തതെന്ന് പറയുന്നത് 5000 ആയിരുന്നു. അപ്പോൾ നമ്മുടെ .env ഫയലും കറക്റ്റായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കനോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് റണ്ണിങ് ആണ് അതിനനുസരിച്ച്. ഓക്കെ, കനോട്ട് ഗെറ്റ് / എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പാത്തിനകത്ത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആ റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് എൻഡിൽ കോഡാണ് കൊടുക്കേണ്ടത്. ഇനി src ഫോൾഡറിനകത്ത് വരിക, ഇവിടെ app.tsx-നകത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെഫറൻസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡ് ക്ലോസ് ചെയ്യാം. റിയാക്റ്റിനകത്ത് app.tsx-നകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയും കോഡ് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ സ്റ്റേറ്റ് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ, ജസ്റ്റ് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ആദ്യം ഒരു കോഡ് അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കോഡ് അതുപോലെ തന്നെ സെറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റിൻ്റെയൊക്കെ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഫങ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഹാൻഡിൽ ലാംഗ്വേജ് ചേഞ്ച് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാൻഡിൽ കോഡ് ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ റൺ കോഡ്. ഇത്രയാണ് 3 ഫങ്ഷൻസാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഹാൻഡിൽ ലാംഗ്വേജ് ചേഞ്ചിനകത്ത് വരുന്നതെന്ന് പറയുന്നത് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ കോഡ് ഇത് ലാംഗ്വേജ് ചേഞ്ച് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത ലാംഗ്വേജ് ഏതാണെന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ സെറ്റ് കോഡ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഫ്രെയിമിലോട്ട് ആ ഒരു കോഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഹാൻഡിൽ കോഡ് ചേഞ്ചിനകത്ത് എന്ത് ചെയ്യുക, അതായത് ആ ഒരു ഫ്രെയിമിനകത്തുള്ള കോഡ് നമ്മളെപ്പോഴാണ് ചേഞ്ച് ആക്കുന്നത് ആ സമയത്തൊക്കെ സെറ്റ് കോഡ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക, മാറ്റി സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് റൺ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു റൺ കോഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് കോൾ ആകുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഡിങ് സെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സെറ്റ് ഔട്ട്പുട്ടിനകത്ത് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് അവിടെ മെസ്സേജൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്
ട്രൈ അതുപോലെ തന്നെ ക്യാഷ് ബ്ലോക്കിനകത്ത് ഇവിടെ നമ്മൾ API കോൾ വിളിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ലോക്കൽ ഹോസ്റ്റ് 8000 അപ്പോൾ നമ്മളവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 5000 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 5000 വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യില്ല, റൺ ആവില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോർട്ട് ഒന്ന് കൺഫേം ചെയ്ത് നോക്കുക. 8000 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 8000 പോർട്ട് തന്നെ ബാക്ക് എൻഡും റൺ ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് പോസ്റ്റ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബോഡിനകത്ത് കോഡ്, ലാംഗ്വേജ്, അതുപോലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ സെലക്ട് ചെയ്ത് ഏതാണ് ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് യൂസർ ഇൻപുട്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് എന്താണെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഇവിടെ എററും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പറ്റും. ഇവിടെ എറർ എക്സിക്യൂട്ടിങ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ക്യാഷിനകത്തുള്ള ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലോഡിങ് എന്ത് ചെയ്യുക, ഫാൾസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇത് സിമ്പിളാണ്. ഇതുപോലെ തന്നെ ഇനി റിട്ടേൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെഡറിനകത്ത് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കണ്ട് ഓൺലൈൻ കമ്പൈലർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ലാംഗ്വേജസ്, സെലക്റ്റഡ് ലാംഗ്വേജിൻ്റെ നെയിം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതാണോ ലാംഗ്വേജ് അതിൻ്റെ നെയിമായിരിക്കും അവിടെ കാണിക്കുക. പിന്നെ ഓൺലൈൻ കമ്പൈലർ, ഇപ്പോൾ ജാവ ഓൺലൈൻ കമ്പൈലർ, അതുപോലെ തന്നെ C ഓൺലൈൻ കമ്പൈലർ, അങ്ങനെ പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഈ ലാംഗ്വേജസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റും. ലാംഗ്വേജസും അതുപോലെ തന്നെ ലാംഗ്വേജ് കീയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ടൈപ്പ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഡിഫാൾട്ടായിട്ട് ഫസ്റ്റ് C എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ആ ഒരു കമ്പൈലർ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഏതാണോ കാണിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, C മാറ്റിയിട്ട് പൈത്തൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൻ്റെ കോഡ് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ C മാറ്റിയിട്ട് പൈത്തൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈത്തന് ഫസ്റ്റ് സെലക്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ഇവിടെ ലാംഗ്വേജ് കീയും അതുപോലെ തന്നെ ലാംഗ്വേജസും എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് languages.tsx. ഇപ്പോൾ ഇത് എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ പൈത്തൺ, അതുപോലെ തന്നെ ഗോ ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഗോ, അതുപോലെ തന്നെ റസ്റ്റ്, ഇതൊന്നും നമുക്ക് അറിയാത്ത കുറച്ച് ലാംഗ്വേജസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയും, ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് പറയുന്നത് ഇവിടെ ഒരു എന്തുണ്ട്, നമുക്ക് ഗിറ്റ്ഹബിൻ്റെ തന്നെ ഒരു കോപ്പൈലറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിനകത്ത് ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും കോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്യണേ, ഇനി നമുക്കിവിടെ SRCനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ യൂട്ടിൽസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട languages.tsx എന്ന് പറയുന്നൊരു ഫയൽ കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യണം യൂട്ടിൽസിനകത്ത്. languages.tsx. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് TSX എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് JSX എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ഇതിനകത്ത് എന്തെങ്കിലും പറയാത്തുണ്ടോ? ഓക്കെ, ഇവിടെ നമ്മൾ ഐക്കൺസ് എടുത്തിട്ടുണ്ട്. ഐക്കൺസ് എടുത്ത് നമ്മൾ റിയാക്ട് ഐക്കൺസ് എന്നാണ് നമ്മളിത് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി വീണ്ടും ഇവിടെ ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജസിൽ നെയിം, ഇപ്പോൾ ലാംഗ്വേജിൻ്റെ നെയിം ഏതാണോ, C ആണോ C++ ആണോ എന്നൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ EXT എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നത്, ഏത് ലാംഗ്വേജാണ്. CPP, ഇവിടെ പൈത്തൺ. CPP വരുന്നത് C-നും അതുപോലെ തന്നെ C++നും സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ പൈത്തൻ്റെ സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജാവൻ്റെ ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഐക്കൺ ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തൊരു ഫീൽഡാണ്. ഐക്കൺ നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ യൂസ് ചെയ്യാൻ ഈസിയാണ്, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇപ്പോൾ ഓക്കെ, ഇവിടെ എല്ലാ ലാംഗ്വേജസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്തത് കോഡ് മിററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. കോഡ് മിറർ എന്ന് പറയുന്ന ആ ഒരു പാക്കേജിനകത്താണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ടൈപ്പ് കൂടെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജസ് എന്ന് പറയുന്നതാണ് മെൻഷൻ. അപ്പോൾ എന്തിനാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പലർക്കും കൺഫ്യൂഷൻ ആവും. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഐക്കൺ എന്ന് പറയുന്നതിൽ എല്ലാ അതിനകത്തും ഐക്കൺസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒറ്റൊന്നിൻ്റെ ഐക്കൺ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്,
രണ്ട് ഫയലിനകത്ത് ഇവിടെ എറേഴ്സ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, SI റെസ്റ്റ് ഇസ് ഡിഫൈൻഡ് ബട്ട് നെവർ യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് വിഷയമല്ല, ജസ്റ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ app.tsxനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐക്കണെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ഐക്കൺസ് ഉണ്ട്, പക്ഷേ ഇവിടെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എറർ വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടി ഐക്കൺ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ടൈപ്പ്. കണ്ടോ, അതിൻ്റെ ആ ഒരു ടൈപ്പ് മാച്ച് ആവുന്നില്ല. കാരണം ഇവിടെ ഐക്കൺസ് ഉണ്ട്, എല്ലാ ഈ നെയിം EXT കോഡ് ഐക്കൺ കളർ ഇതെല്ലാം അതിന് വേണം, എന്നാൽ മാത്രമേ ഇത് മാച്ച് ആവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് പഴയതുപോലെ തന്നെ ആക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫയൽ കോപ്പി ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കമൻറ്റ് ചെയ്തോ, ഞാൻ ആ ഒരു ഭാഗം എന്ത് ചെയ്താൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ യൂട്ടിൽസ് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, app.tsxനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതുപോലെ തന്നെ app.cssനകത്തും ഇതിനകത്തൊക്കെ ചെറിയ മോഡിഫിക്കേഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൂടെ. ഓക്കെ, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ app.tsxനകത്ത് നമ്മൾ ഇത് ഐക്കൺസ് പറഞ്ഞു. ഓക്കെ, ഐക്കൺസ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹെഡർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ഐക്കൺസ് ഞാനിവിടെ object.entries എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എൻട്രീസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ആ ഒരു ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അതായത് ലാംഗ്വേജസ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനകത്ത് അതൊക്കെ നമ്മളിവിടെ എടുത്തിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഓരോന്ന് എടുക്കുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഐക്കൺ സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഡിഫറെൻ്റ് ആയിട്ട് താഴോട്ടായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു കമ്പോണൻസ് ആണ്, കോഡ് മിറർ എന്ന് പറയുന്നത്. ഈ ഒരു കോഡ് മിററിനകത്ത് എന്താണ്, വാല്യൂ നമ്മൾ കോഡായിട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. തീം ഞാൻ ഓൺ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും, സ്റ്റേറ്റ് വെച്ചിട്ട് കൊടുത്തിട്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ഡാർക്ക്, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഓൺ ഡാർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റിനകത്ത് ചെയ്തപ്പോൾ അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനകത്ത് 2 മോഡ് വരുന്നത്. ഇനി എക്സ്റ്റൻഷന് ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോ കംപ്ലീഷനൊക്കെ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിലും ഈ ഒരു കോഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഓൺ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആ ഒരു കോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ വരുന്നത്, ഇവിടെ കോഡ് ഇങ്ങനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത് ലൈൻ നമ്പേഴ്സ്, അതുപോലെ തന്നെ ബ്രാക്കറ്റ് മാച്ചിങ്, ഇത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ അതായത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. പിന്നെ വരുന്നത് 2 ഡിവാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട്, അതുപോലെ തന്നെ ഇൻപുട്ടിനകത്തുനിന്ന് ഈ ടാർഗറ്റ് വാല്യൂ എടുക്കുന്നു. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാം. കോഡ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിന് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കോഡ് എന്ത് ചെയ്ത് തരാം, കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സ്റ്റൈലിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ നോക്കാനുണ്ടെങ്കിൽ. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഇൻപുട്ടിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമുക്ക് പ്രീ എന്ന് പറയും. ഓക്കെ സോറി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രീ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷേ പ്രീ എന്ന് പറയുന്ന ഓക്കെ ഒരു ടാഗ് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് പ്രീ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിനകത്ത് ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇൻപുട്ടിന് നമ്മൾ അത് ഞാൻ റെഫർ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാണ് സെപ്പറേറ്റ് ടെക്സ്റ്റ് ഏരിയ വേണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇൻപുട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ട് എന്താണോ അത് കൊടുക്കുന്നു, അത് സ്റ്റേറ്റിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ പുതിയ ഫോൾഡർ സ്ട്രക്ചറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളുണ്ടോ നോക്കാം. ഇല്ല, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എറേഴ്സും കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഇനി നമുക്കിത് ജസ്റ്റ് ഓൾറെഡി റണ്ണിങ് ആണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ ആപ്പിനകത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇത് ലോഡിങ് ആവുന്നുണ്ട്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് വീറ്റിൻ്റെ ലോഗോ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്.
ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, നമ്മുടെ ആ ഒരു ടൈൽവിൻ CSS ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്തിട്ടില്ല, അത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റൈലിനകത്ത് നമുക്ക് നോക്കാം, ഇതിങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഓക്കെ, ഇതിനകത്ത് പാഡിങ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വിഡ്ത്ത് എന്ത് ചെയ്യാം, 100% ആയിട്ട് കൊടുക്കാം. അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഞാനിത് അപ്ഡേറ്റ് ആക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ ആണോ എന്നറിയില്ല. ഇനി നമുക്ക് പാഡിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, പാഡിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആവും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പാഡിങ് അവിടെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്, മാക്സ് വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്നത് index.css ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇതൊന്ന് കില്ല് ചെയ്തിട്ട് ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് കില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടില്ല, ടൈൽവിൻ CSSൻ്റെ സ്റ്റൈലും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല, വർക്ക് ആവാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം നമ്മുടെ പോർട്ട് വർക്കിംഗ് ഏതുതന്നെയാണെന്ന്. ജസ്റ്റ് ഈ ഒരു പോർട്ടല്ല. ഓക്കെ, നമ്മൾ റൺ ചെയ്തിട്ടുള്ളത് പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയല്ല റണ്ണിങ് ആവുന്നത് നോക്കാം. ഇവിടെ വേറെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് സെൻറ്ററിലായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോഡ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വന്നു കഴിഞ്ഞാൽ app.css വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂട്ടിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം, ഇതിനാവശ്യമില്ല. അതുപോലെ തന്നെ പാഡിങ്ങും ഓക്കെ, ജസ്റ്റ് അതുപോലെ തന്നെ മാക്സ് എടുത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്ത് ആ ഒരു ലെഫ്റ്റ് സൈഡിനകത്തോട്ട് വന്ന്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്റ്റൈലിനകത്ത് കൂടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് index.css പോയി കഴിഞ്ഞാൽ ബട്ടണാണ് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. ബട്ടൻ്റെ പാഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാഡിങ്ങിൻ്റെ ആണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. പാഡിങ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 0.6 EM കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ലൈൻ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ, എല്ലാം കറക്റ്റ് തന്നെയാണ്, നമ്മളെ ബട്ടണൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബട്ടൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ബട്ടൻ്റെ കളർ ഓൾറെഡി അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു മെയിൻ ക്ലാസ്സിനകത്ത് നമ്മുടെ index.css നമ്മൾ ഇത് കൊടുത്ത കാരണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു സെയിം രീതിയിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലാംഗ്വേജ് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് എല്ലാ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കമ്പൈലർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രിൻ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമുക്ക് വരുന്നത് C അല്ലേ, ഈ ഒരു Cനകത്ത് സ്കാനഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെർസെൻറ്റേജ് അല്ല ആംബ്രസൻ. ഓക്കെ, %d എന്ന് കൊടുത്തിട്ട് കോമ ആംബ്രസൻ. നമുക്ക് ആംബ്രസനകത്ത് എന്താ കൊടുക്കാം, ഒരു n എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. n എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, n ഡിക്ലെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇൻറ്റ് n എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഞാൻ ജസ്റ്റ്. ഇപ്പം ഞാനിവിടെ ഒരു ഈ കോഡേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, %d എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഏതാണ് നമ്മളെ n എന്ന് പറയുന്ന വേരിയബിൾ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻപുട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യണം, ഒരു 5 എന്ന് പറയുന്ന നമ്പർ കൊടുക്കണം. അപ്പോൾ ഇവിടെ വെൽക്കം ടു കോഡേഴ്സ് എന്ന് കഴിഞ്ഞിട്ട് 5 എന്ന് പ്രിൻ്റ് ആവണം. ജസ്റ്റ് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 5 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് എല്ലാം വർക്കിംഗ് ആണോ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം.
എല്ലാം പക്കയാണ്. ഇതിനകത്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നിങ്ങൾ ഇവിടെ ഹെഡറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് മാറുന്ന കാണാം. ലേഔട്ടും അതുപോലെ തന്നെ UI കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ഈ ഒരു രീതിയിലാണ് ഇത് വർക്കിംഗ് ആവുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക മറക്കരുത് എല്ലാവരും. ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്കും കൂടെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കോഡും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാവുന്നേ മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു app.tsxനകത്തും അതുപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജസിനകത്തും യൂട്ടിലിറ്റിസിനകത്തും അതുപോലെ തന്നെ ബാക്ക് എൻഡും കൂടെ ചെയ്തിട്ടുണ്ട്. ബാക്ക് എൻഡ് നിങ്ങൾ ജസ്റ്റ് കറക്റ്റ് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിനകത്ത് കൊടുത്തിട്ടുള്ള API കോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.